എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ സെപ്റ്റംബർ മാസ വിതരണം 1600 രൂപ നമുക്ക് ഈ മാസം എത്തുകയാണ്. അത് 20-ന് ശേഷമായിരിക്കും ആ ഒരു വിതരണം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ ബജറ്റിന് മുമ്പോടിയായിട്ട് തന്നെ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നൽകും എന്നുള്ള അപ്ഡേഷനാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ 1600 രൂപയാണ് നമുക്ക് ഓഗസ്റ്റ് മാസം വരെയാണ് നിലവിൽ ഇപ്പോൾ പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ലഭിക്കാനുള്ളത് സെപ്റ്റംബർ മാസത്തെ 1600 രൂപ. അത് ഈ മാസം നൽകും എന്നുള്ളൊരു അപ്ഡേഷനാണ്. അതുപോലെ തന്നെ നമുക്ക് 2024 4 കുടിശ്ശികയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. 6400 രൂപ നമുക്ക് കുടിശ്ശികയാണ് പെൻഷൻ. ഡിസംബറിൽ നമുക്ക് 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നൽകും എന്നുള്ളതായിരുന്നു. പക്ഷേ സർക്കാരിന് ആ തുക കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 1600 രൂപയാണ് നമുക്ക് എല്ലാവർക്കും ലഭിച്ചത്. ഇനി ഇപ്പോൾ നമുക്ക് സെപ്റ്റംബർ മാസത്തെ 1600 രൂപ ഈ മാസം ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിനായിട്ട് 570 കോടി രൂപയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വിതരണ ഡേറ്റുകളൊന്നും തന്നെ അറിയിച്ചിട്ടില്ല. എന്തായാലും 20-ാം തീയതി സമയത്ത് തന്നെ ഈ വിതരണം ഉണ്ടാവും. കാരണം ബജറ്റ് ഫെബ്രുവരി 7-ാം തീയതിയാണ്. അതിന് മുമ്പോടിയായിട്ട് തന്നെ വിതരണം നൽകും എന്നുള്ള അപ്ഡേഷനേ വന്നിട്ടുള്ളൂ. അല്ലാതെ ശരി 6-ാം തീയതി വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഒരിക്കലും ഇല്ല. അതിന്റെ റിപ്പോർട്ടുകളൊന്നും തന്നെയും വന്നിട്ടില്ല. നമുക്ക് ഈ മാസം 20-ന് ശേഷമൊക്കെ അല്ലെങ്കിൽ 20-ാം ഉള്ളിൽ തന്നെയായിരിക്കും ഈ ഒരു 1600 രൂപ വിതരണം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ പുനർവിവാഹിതരല്ല അങ്ങനെയുള്ളവരൊക്കെ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നവരുണ്ട് എല്ലാ വർഷവും. അങ്ങനെയുള്ളവർ 60 വയസ്സ് പൂർത്തീകരിച്ചിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാർദ്ധക്യകാല പെൻഷനിലേക്ക് നിങ്ങൾ മാറാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും സമർപ്പിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. 60 വയസ്സ് പൂർത്തീകരിച്ചവർ നിങ്ങൾ വാർദ്ധക്യകാല പെൻഷനിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ 300 രൂപ നിരവധി പേർക്ക് എത്തിയിട്ടില്ല എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ബാലൻസുകൾ ചെക്ക് ചെയ്ത് നോക്കുക. അത് പിന്നീട് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് ഒന്ന് സംസാരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനി എവിടെയാണ് ബ്ലോക്ക് ആയിരിക്കുന്നത്, നിങ്ങൾ ഇനി അതിനായിട്ട് എന്തെങ്കിലും നൽകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. ഒത്തിരി പേർക്ക് അതിന് 300 രൂപയായിട്ട് മുടങ്ങുന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുക. അതിനെന്താണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത് എന്നുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ആ 300 സ്ഥിരമായിട്ട് തന്നെ നിങ്ങൾക്ക് മുടങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.